പത്തരമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നയന റൂമിലേക്ക് കിടക്കാൻ വരുന്നുണ്ട്. അപ്പം ഇതുപോലെ ആദർശ് പറയുകയാണ്, അമ്മയെ പിണക്കിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, നീ പോയി കിടന്നു എന്ന് പറയുന്നു. അപ്പം നയന പോയി കിടക്കുകയാണ്. അപ്പോൾ കിടന്ന് നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് നയനെ ഇങ്ങനെ ആലോചിക്കുക, ഇന്നെങ്കിലും എന്നെ അടുത്ത് ബെഡിൽ പിടിച്ച് കിടത്തുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അമ്മ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആദർശം ഇങ്ങനെ ഉണർന്നിരിക്കുക. അപ്പം നയനെ ആദർശോട് പറയും, ആദർശേട്ടാ കിടക്ക്, നാളെ രാവിലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ എന്ന് പറയും. അപ്പോൾ ആദർശം പറയും, എങ്ങനെ ഉറങ്ങാനാ, അമ്മയെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കമൊന്നും വരത്തില്ല. അത് മാത്രമല്ല, അമ്മയോടുള്ള നിന്നോടുള്ള അമ്മയുടെ സമീപനം മാറിക്കാണുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നറിയില്ല, എന്തായാലും നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുക. ശേഷം ആദർശ് പറയുന്നുണ്ട്, നാളെ രാവിലെ എങ്ങനെയെങ്കിലും അമ്മയുടെ പിണക്കം മാറ്റണമെന്ന് പറയുന്നു. ശേഷം രാവിലെ ദേവയാനി ഇങ്ങനെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവിടേക്ക് ഇപ്പം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടേക്ക് ആദർശ് വരും. ആദർശ് വന്നിട്ട് അമ്മയോട് ചോദിക്കും, അമ്മേ എന്ത് തെറ്റാണ് ഞാൻ അമ്മയോട് ചെയ്തത് എന്ന് ചോദിക്കുന്നു. എന്ത് തെറ്റാണ് നീ ചെയ്തതെന്ന് നീ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതുവരെ 1 മണിക്കൂർ പോലും എന്നോട് അമ്മ പിണങ്ങിയിരുന്നിട്ടില്ല. പിന്നെന്താണ് അമ്മ ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ കാരണം, ആഹാരം പോലും കഴിക്കാതെ? അപ്പോൾ ദേവയാനി പറയും, അതിനെല്ലോ കാരണവും നീ തന്നെയാണ്. നീ കൂടുതൽ ഒരു ന്യായം എന്നോട് പറയാൻ വരണ്ട. നീ എന്നോട് ചോദിക്കാതെ അല്ലേ ഇന്നലെ അവളെ പുറത്തു കൊണ്ടുപോയത്? എനിക്ക് നിന്നോട് വെറുപ്പാണ്. അപ്പോൾ ആദർശ് കേട്ട് പറയും, അമ്മയ്ക്ക് അതിന് പറ്റില്ല, കാരണം അമ്മ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ് എന്ന് പറയും. അപ്പോൾ അറിയാമല്ലോ നിന്നെയാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെറുപ്പ് ഒരു കാരണവശാലും മാറത്തില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പിണങ്ങി പോകുന്നു. അതിനുശേഷം ഇളയച്ചനും മുത്തശ്ശിയും ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നയനെയാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പം നയനോട് ചോദിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ കറക്കമെന്നൊക്കെ ചോദിക്കുന്നു. പറയുന്നു, കുഴപ്പമില്ലായിരുന്നു, ഞങ്ങളൊരു സിനിമയ്ക്കൊക്കെ കയറി, പക്ഷേ അത് തമിഴ് സിനിമയായിരുന്നു എന്ന് പറയുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നു. ആദർശേട്ടനിടയ്ക്കൊക്കെ കൈയടിക്കുന്നുണ്ടായിരുന്നു പറയുന്നു. അപ്പോൾ അവിടേക്ക് ആദർശ് വരുന്നുണ്ട് ചോദിക്കും, എന്താ ആദർശേ മോളെയും കൊണ്ട് മലയാള സിനിമയ്ക്ക് വല്ലതും പോയിക്കൂടായിരുന്നു എന്ന് മുത്തശ്ശി ചോദിക്കും. അപ്പം ആദർശ് പറയും, അതൊന്നും സംസാരിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ എന്ന് പറയും. അതുവരെ അമ്മ ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറയും. ഇളയച്ചൻ പറയും, അതെന്താ ഇന്നലെയും കഴിച്ചില്ലല്ലോ അവൾ എന്ന് പറയും. എന്താണെന്ന് അറിയില്ല, ഞാൻ പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരാം, അതേ അസുഖമൊക്കെ ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞ് ആദർശ് അമ്മയെ വിളിക്കാൻ പോകുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ, ഇവള് കല്യാണം കഴിച്ചിട്ട് ഭർത്താവിനെയും കൊണ്ട് പോകാത്ത രാജ്യങ്ങളും കറങ്ങാത്ത സമയമില്ലല്ലോ, എന്നിട്ട് ഇപ്പം സ്വന്തം മരുമകളോട് എന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഇളയച്ചൻ പറയും, അമ്മായിയമ്മ മരുമകളെ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അമ്മായിയമ്മയുടെ വിവരക്കേടാണ് എന്ന് പറയുന്നു. എന്തായാലും ഇതെല്ലാം മാറും മോളെ എന്ന് മുത്തശ്ശി നയനയെ സമാധാനിപ്പിക്കുന്നു. ആദർശ് അമ്മയെ വീണ്ടും പോയി കാണുകയാണ്. അമ്മ ഇങ്ങനെ സമരം നടത്തുകയാണെങ്കിൽ ഞാനും ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് ആദർശ് അമ്മയോട് പറയുക. പിന്നെയും ചോദിക്കും, നീ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ നീ അവളെയും കൊണ്ട് പുറത്തൊന്നും പോയത്. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ എനിക്ക് അവളോട് വെറുപ്പാണ്. എനിക്ക് അവളെ ഇഷ്ടമൊന്നുമല്ല. ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ 10-12 വയസ്സ് വരെ നീ വയ്യാതെ ഇരിക്കുകയായിരുന്നു. ആ കാലയളവിൽ രാത്രി ഉറങ്ങാതെ നിൻ്റെ അടുത്തിരുന്ന് ഞാൻ നിന്നെ നോക്കിയിട്ടുണ്ട്. ഒരു തവണ നീ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു, അതായത് നിന്നെ തിരിച്ചു കിട്ടില്ല എന്ന സാഹചര്യം വന്നപ്പോൾ നീ ആശുപത്രിക്ക് അകത്ത് കിടക്കുമ്പോൾ വെളിയിൽ ഞാൻ വിഷവുമായിട്ടാണ് ഇരുന്നത്. എന്തെങ്കിലും അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷം കഴിച്ച് നിന്നോടൊപ്പം വരാനെ കൊണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പം ഞാൻ അമ്മയോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇനിയിപ്പം നീ അങ്ങനെ ചെയ്താൽ ഞാൻ ഒരു കാര്യം ചെയ്യും, ഒരു വട്ടം കൂടെ ആഹാരം കഴിക്കും. ആ ആഹാരം കഴിപ്പോടെ എൻ്റെ എല്ലാം തീരും. ഞാൻ രണ്ടാമതൊരു കുഞ്ഞ് വേണ്ടെന്ന് വെച്ചതുപോലെ നിനക്ക് വേണ്ടിയാണ്. നിനക്ക് താഴെ ഒരു കുഞ്ഞുണ്ടായാൽ നിന്നെ നോക്കാൻ പറ്റില്ല എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ അതുപോലും വേണ്ടെന്ന് വെച്ചത്. അതുകൊണ്ട് നീ എന്നെ മറന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇനി ഒന്നും ചെയ്യില്ല, അമ്മയോട് ചോദിക്കാതെ ബാ അമ്മേ നമുക്ക് ആഹാരം കഴിക്കാമെന്നും പറഞ്ഞ് ആദർശ് അമ്മയെ വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ എല്ലാ ഡൈനിങ് ഹാളിലേക്കാണ് അവർ വരുന്നത്. അപ്പോൾ ഇവർ ഈ സംസാരിച്ചെല്ലാം നയനെ അപ്പുറത്തൊന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി അടുത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കും, എല്ലാ യുദ്ധവും അവസാനിപ്പിച്ചോ? ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. എന്തായാലും മരുമകളെ ഇഷ്ടമല്ലാത്തൊരമ്മയമ്മ. നേരായ വഴിക്ക് വന്ന മരുമകളായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുമായിരുന്നു, പക്ഷേ അവൾ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അപ്പം മുത്തശ്ശി ഇത് കേട്ടിട്ട് പറയും, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അമ്മായിയമ്മയുടെ മേൽക്കോയ്മയിൽ വാഴുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് അവരുടെ പാട്ടിന് പോയി പുറത്തു പോയി ജീവിക്കലാണ് സാധ്യത. എന്തായാലും ഇവിടെ അങ്ങനെയുള്ള സാഹചര്യം നീ ഉണ്ടാക്കരുത് എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരു ചെയ്താൽ അത് എൻ്റെ മരണം കണ്ടിട്ടായിരിക്കും അവൻ പോകുന്നതെന്ന് പറയുകയാണ് ദേവയാനി. അപ്പോൾ ഇവരുടെ ഈ സംസാരങ്ങളെല്ലാം കേട്ടോണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു നയന. അപ്പം ഇതിന് ശേഷം പിന്നെ അവർ ആദർശ് നയനയുടെ അടുത്തേക്ക് റൂമിലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് ഈ കാര്യം പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, എനിക്ക് എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പലതവണയായിട്ട് ആദർശേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. എന്തായാലും ഇന്നത്തെ ഓർമ്മകൾ തന്നെ എനിക്ക് ധാരാളമാണ്, അതുതന്നെ എനിക്ക് മതി എന്ന് നയന പറയുന്നു.
ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ല എന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട്, മറ്റുള്ളവരെ പോലെ ഞാൻ അമ്മയെ ഒഴിവാക്കിയിട്ട് നിന്നെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നണ്ട, എനിക്കതിന് പറ്റില്ല. എന്നിട്ട് അപ്പം ഇത് കേട്ടിട്ട് നയന പറയുന്നുണ്ട്, ഞാൻ നിർബന്ധിച്ചിട്ടല്ല ആദർശേട്ടൻ എന്നെ ഇന്നലെ പുറത്ത് കൊണ്ടുപോയത്, ആദർശേട്ടൻ്റെ നിർബന്ധപ്രകാരമാണ്. ആ ഒരു കാര്യം അമ്മയോട് ആദർശേട്ടൻ പറയണം. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പൊക്കോളാം. 12 വയസ്സ് മുതൽ ഞാൻ ഓട്ടം തുടങ്ങിയതാണ്. അതായത് ഞാനും കല്യാണിയും, അവൾ അവളുടേതായ രീതിയിലും ഞാൻ എൻ്റേതായ രീതിയിലും. അന്ന് മുതൽ വീടിൻ്റെ ബാധ്യതകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും എങ്ങനെയും ജീവിക്കണമെന്നുള്ളത് എനിക്കറിയാം. ശേഷം നയന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ആദർശേട്ടൻ ഇന്നലെ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പം അതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ നമ്മുടെയും ഇതുപോലെ അതിരാത്രിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ശാന്തി മുഹൂർത്തത്തെ പറ്റി. അപ്പം അങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അത് ആദർശേട്ടൻ്റെ അമ്മയുടെ കാലശേഷമായിരിക്കാം. അന്നത്തേക്ക് എനിക്ക് നരയും കാര്യങ്ങളും ഒക്കെ കയറുമായിരിക്കും. അപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നെങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവിനെ എൻ്റേത് മാത്രമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നയന. അതോ എനിക്ക് മാത്രമായിട്ട് ആദർശേട്ടനെ കിട്ടുന്നതിന് മുമ്പ് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ? എൻ്റെ സങ്കടങ്ങളെല്ലാം നീയാണല്ലോ അറിയുന്നത്, എല്ലാം നീ കേൾക്കുന്നുണ്ടെന്നറിയാം എന്ന് പറയുന്നു. എന്തായാലും എൻ്റെ വീട്ടുകാരെ എനിക്ക് സഹായിച്ചേ പറ്റുള്ളൂ. എനിക്ക് ഈ ജോലി ചെയ്യുന്ന തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അവരെ സഹായിക്കണം, എൻ്റെ അച്ഛനെ സഹായിക്കണം. എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ലപടിക്ക് നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. ഇങ്ങനെ തൻ്റെ ഓരോ വിഷമങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ദൈവത്തോട് പറയുകയാണ് നയന. അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാത്ത നിക്കക്കളിയില്ലാത്ത അവസ്ഥയിലാണ് നയന. ആരെയും വെറുപ്പിക്കാതിരുന്നിട്ടും സ്വന്തം അവസ്ഥ മനസ്സിലാക്കാത്ത അമ്മായിയമ്മയും വീട്ടുകാരും ഭർത്താവിനും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തുടർന്ന് ഇതുപോലുള്ള എപ്പിസോഡുകൾ കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.